ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ബിസ്മില്ല കുക്ക് വിത്ത് ലവ്. നമ്മുടെ കിച്ചണിൽ നമ്മൾ എന്ത് റെസിപ്പി ആയിക്കോട്ടെ, നമ്മൾ കുക്ക് ചെയ്യുന്ന എന്ത് റെസിപ്പിയും നമ്മളത് ഇഷ്ടത്തോടുകൂടിയും സന്തോഷത്തോടും കൂടിയാണ് നമ്മളത് തയ്യാറാക്കുന്നതെങ്കിൽ അതിനൊരു പിടി ടേസ്റ്റ് കൂടുതൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ കുക്കിംഗ് ചാനലിൽ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി തന്നെയാണ്. ഇത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രണ്ടേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ അരിയുണ്ട ഞാൻ ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടിതാ കുറച്ച് നിലക്കടല നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സോളം അരി, അതും കൂടെ നന്നായിട്ട് വറുത്ത് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ അരി ഒന്ന് വറുത്തെടുക്കണം. ഇനിയിപ്പോൾ ഒരു കപ്പോളം ശർക്കര പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. ഈ ശർക്കര പാനിയിൽ ഒരു ടേബിൾ സ്പൂണോളം ഏലക്ക പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അരിയുണ്ടയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ ശർക്കര പാനി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ നിലക്കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. തൊലിയെല്ലാം മാറ്റിയതിന് ശേഷമാണ് ഞാൻ നിലക്കടല ചേർത്ത് കൊടുക്കുന്നത്. നിലക്കടലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചെടുത്ത മിക്സ്ചർ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വെള്ളമയം ഒട്ടും ഇല്ലാത്തൊരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കണം. അതിലേക്ക് നമ്മുടെ ശർക്കര പാനി കുറച്ചായിട്ട് ചേർത്തിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മളുടെ പൗഡർ എല്ലാം തന്നെ, അരിയും നിലക്കടലയും ചേർത്ത് പൊടിച്ച പൗഡർ ഉണ്ടല്ലോ, അതെല്ലാം തന്നെ ഈ ശർക്കര പാനിയിൽ മിക്സായിട്ട് വരണം. ഇതുപോലെ കുറച്ചായിട്ട് ശർക്കര പാനി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം പശുവിൻ നെയ്യാണ്. പശുവിൻ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ് ഈ റെസിപ്പിക്ക്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ അരിയുടെ മിക്സിലേക്ക് ശർക്കര പാനിയെല്ലാം ഒഴിച്ചു കൊടുത്ത് മിക്സാക്കിയതിന് ശേഷം ചെറു ചൂടോടുകൂടെ തന്നെ ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വലിപ്പത്തിൽ ചെറു ചൂടോടുകൂടി തന്നെ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അരിയുണ്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് തീർച്ചയാക്കിയിട്ടും ഈ സമ്മർ വെക്കേഷനിൽ കുട്ടികൾക്കായിട്ട് ഒന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ അടുത്ത ഒരു റെസിപ്പി ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.